ഹലോ, എല്ലാവർക്കും കളേഴ്സ് ആൻഡ് ടേസ്റ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് നമ്മളൊരു സേമിയ ഉപ്മാവാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം അതിൻ്റെ എങ്ങനെയാണ് ഞാൻ എങ്ങനെയൊക്കെയാണ് ഉണ്ടാക്കുന്നതും അതിൻ്റെ രീതികളും ഒക്കെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഇത് ഡിന്നറായിട്ടും ലഞ്ചായിട്ടും ബ്രേക്ക്ഫാസ്റ്റായിട്ടും നമുക്ക് കഴിക്കാൻ പറ്റുന്നൊരു ഡിഷാണ്. അതുപോലെ തന്നെ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നൊരു ഡിഷും കൂടിയാണ്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ആദ്യം തന്നെ ഒരു അടിക്കട്ടിയുള്ളൊരു പാത്രം ചൂടാക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പം പാത്രം നന്നായിട്ട് ചൂടായ ശേഷം ഞാനിവിടെ അൺറോസ്റ്റഡ് ആയിട്ടുള്ള സേമിയാണ് എടുത്തിട്ടുള്ളത്. അപ്പം നമുക്കതൊന്ന് റോസ്റ്റ് എടുക്കണം. അതിന് വേണ്ടി ഞാനിവിടെ 1 കപ്പ് അളവിലാണ് സേമിയ എടുത്തിട്ടുള്ളത്. 1 കപ്പ് അളവ് സേമിയ എടുത്തിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഒരു ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് എടുക്കുന്നവരെ നമുക്കിത് റോസ്റ്റ് ചെയ്യാം. അപ്പം സേമിയ നന്നായിട്ട് ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി അതേ പാത്രത്തിൽ തന്നെ കുറച്ച് ഓയിലും അതേപോലെ തന്നെ കുറച്ച് അളവിൽ നെയ്യും നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പം നെയ്യും ഓയിലും നന്നായി ചൂടായ ശേഷം നമുക്കതിലേക്ക് കടുക് പൊട്ടിക്കാം. സാധാരണ ഉപ്പുമാവ് ഉണ്ടാക്കുന്ന പോലെ തന്നെ ഇതൊക്കെ എല്ലാവർക്കും അറിയുന്നതായിരിക്കും, എന്നാലും ഞാൻ എൻ്റെ രീതിയിലൊന്ന് കാണിച്ചു തരികയാണ്. അപ്പം ആദ്യം നമുക്ക് കടുക് പൊട്ടിക്കാം. അതിൻ്റെ കൂടെ തന്നെ ഞാൻ കുറച്ച് ഉഴുന്നുപരിപ്പും അതേപോലെ തന്നെ നമ്മുടെ ഈ വറ്റൽ മുളകൊക്കെ ഇടാറുണ്ട് കേട്ടോ കടുക് പൊട്ടിക്കുമ്പോൾ. അപ്പം വറ്റൽ മുളകും 2 ഒരു വറ്റൽ മുളക് 2 കഷ്ണാക്കിയിട്ട് അങ്ങനെ ഇട്ടാലും മതി. അങ്ങനെ വറ്റൽമുളക് ഇട്ടിട്ട് ഉഴുന്നുപരിപ്പ് ഇട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. അത് മൂത്ത ശേഷം ഇതിലേക്ക് നമുക്ക് ഒരു 2-3 അണ്ടിപ്പരിപ്പ് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അതും ഇതിലിട്ടിട്ട് ഒന്ന് ചെറുങ്ങനെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അണ്ടിപ്പരിപ്പ് നന്നായിട്ട് മൂത്ത ശേഷം ഇതിലേക്ക് ഇഞ്ചി, പച്ചമുളക്, ചെറിയ കഷ്ണം ഉള്ളി, അതുപോലെ തന്നെ ക്യാരറ്റ്, ബീൻസ് എല്ലാം ഞാൻ ഇതിലിട്ട് കൊടുക്കുന്നുണ്ട്. ഒക്കെ ചെറുതായിട്ട് എല്ലാം ഒരേ സൈസിൽ ചെറുതായിട്ട് അരിഞ്ഞതാണ് ഇട്ട് കൊടുക്കുന്നത്. ഇഞ്ചി ചെറുതാക്കി അരിഞ്ഞത്, പച്ചമുളക് ചെറുതാക്കി, ഉള്ളി ചെറുതാക്കി, എല്ലാം കുനുകുനാ ആക്കി അരിഞ്ഞിട്ടാണ് ഞാനിതിൽ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഈ ഉള്ളിയും പച്ചമുളകും ഇഞ്ചിയും ഇട്ട് നന്നായിട്ടൊന്ന് ഇതിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് അധികം ഒന്നും വഴറ്റൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് എല്ലായിടത്തും ഒരു ഇതൊക്കെ കൂട്ടമൊക്കെ എത്താൻ വേണ്ടിയിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാമെന്നല്ലാതെ നന്നായിട്ട് അങ്ങോട്ട് സോൾട്ട് ചെയ്യേണ്ട കാര്യമില്ല. ഇനി അതിലേക്ക് നമുക്ക് ക്യാരറ്റും ബീൻസും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതൊന്ന് ജസ്റ്റ് ഒന്ന് വഴണ്ടി വരുമ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്കൊക്കെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ വേണമെങ്കിൽ നമുക്ക് നോക്കിയിട്ട് ലാസ്റ്റ് നമുക്ക് ഈ വെള്ളം ഒഴിക്കുന്ന സമയത്ത് നമുക്ക് ഇട്ട് കൊടുക്കാം ഉപ്പ്. അപ്പോൾ ഞാൻ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഞാൻ കുറച്ച് ഉപ്പ് ഞാൻ ചേർത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് വഴറ്റിയെടുക്കാം. ഉള്ളിയും ക്യാരറ്റൊക്കെ ചെറുതാക്കി അരിഞ്ഞുകൊണ്ട് പെട്ടെന്ന് കുക്കാവും. അപ്പം നമുക്കതൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പം നന്നായിട്ട് വഴറ്റിയിട്ടുണ്ട്. അപ്പം ഞാൻ 1 കപ്പ് സേമിയോന് 1.5 കപ്പ് വെള്ളമാണ് ചേർക്കുന്നത്. അപ്പം ഒരു 1.5 കപ്പ് ഇളം ചൂടുവെള്ളം കേട്ടോ ഞാൻ ചേർത്തത്. കാരണം ഇത് ഓൾറെഡി കുറച്ച് കുക്കായ പച്ചക്കറിയല്ലേ, അതിലേക്ക് നേരെ പച്ചവെള്ളം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും അറിയാം അതൊരു ടേസ്റ്റ് ഉണ്ടാവില്ല. അതിന് പകരമാണ് ഞാൻ കുറച്ച് ചൂടാക്കി ഒരു ഇളം ചൂടുവെള്ളമാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചത്. അപ്പോൾ നമുക്ക് ഈ ഒരു സമയത്ത് ഇളക്കിയോ ടേസ്റ്റ് നോക്കിയിട്ട് ഉപ്പില്ലെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. അങ്ങനെ ഞാൻ ഉപ്പൊക്കെ കുറച്ച് ചേർത്തിട്ടുണ്ട് കേട്ടോ, കാരണം എൻ്റെ ഉപ്പ് കുറച്ച് കുറവായിരുന്നു. അപ്പോൾ അതുപോലെ സാധാ ഉപ്പുമാവ് ഉണ്ടാക്കുന്ന പോലെ വെള്ളത്തിൽ ഉപ്പ് കൂടുതലായിട്ട് അങ്ങനെയൊന്നും നിൽക്കേണ്ട കാര്യമില്ല. സേമിയോന് അത്ര ഉപ്പിൻ്റെ ആവശ്യമില്ല. അപ്പം ഞാൻ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കുറച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച ശേഷം നമുക്ക് ഈ റോസ്റ്റ് ചെയ്ത് വെച്ച നമ്മുടെ സേമിയോ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അങ്ങനെ സേമിയൊക്കെ നന്നായിട്ട് ചേർത്ത് കൊടുക്കാം.
സേമിയ ചേർത്ത് കഴിഞ്ഞിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം കേട്ടോ. അങ്ങനെ തന്നെ അങ്ങോട്ട് മൂടി വെക്കരുത്. ഒന്ന് ജസ്റ്റ് മിക്സ് ചെയ്തിട്ട് ഒരു 2 or 3 മിനിറ്റ് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് കീപ്പ് ചെയ്താൽ മതി. അതൊന്ന് മൂടി വെച്ചാൽ മതി. അപ്പോൾ അതിൽ വെള്ളമൊക്കെ വറ്റി നല്ല സെറ്റായിട്ട് കിട്ടും. അപ്പോൾ നമ്മൾ ഇത് നന്നായിട്ടൊന്ന് ഇളക്കി നമുക്കൊന്ന് മൂടി വെക്കാം. അപ്പോൾ നമുക്കിനി ഇതൊന്ന് നമ്മുടെ സേമിയ റെഡി ആയിട്ടുണ്ട്. സേമിയ ഉപ്പുമാവ്. ഇതിൻ്റെ കൂടെ നമുക്ക് വേണമെങ്കിൽ പഴം പപ്പടമൊക്കെ കൂട്ടി കഴിക്കാം. നല്ല ടേസ്റ്റാട്ടോ. അതുമാത്രമല്ല ഇതിങ്ങനെ ഒട്ടി പിടിക്കുകയൊന്നുമില്ല. നല്ല വിട്ട് എണ്ണ നിൽക്കും. ഇത് ഓവർ കുക്കാവണ്ട. ഈ വെള്ളത്തിൻ്റെ അളവൊന്ന് കറക്റ്റാക്കിയാൽ മാത്രം മതി. അപ്പോൾ തന്നെ നല്ല ടേസ്റ്റ്, നല്ല എന്താ പറയുക, നല്ല വിട്ട് എതളായിട്ട് നമുക്ക് കിട്ടും. അപ്പം നല്ല ടേസ്റ്റ് ഉണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യാം. ഇതിൽ കുറച്ച് പച്ചക്കറിയൊക്കെ കൂടി കൂടുതൽ, ഈ സേമിയ ആകുമ്പോൾ മക്കൾക്കൊക്കെ കുറച്ചും കൂടി ഇഷ്ടമായിരിക്കും കഴിക്കാൻ. അപ്പോൾ കുറച്ച് പച്ചക്കറിയും കൂടി കുറച്ചും കൂടി ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് പച്ചക്കറിയും അതിൻ്റെ കൂട്ടത്തിലെത്തും. അതാണ് ഞാൻ കുറച്ച് പച്ചക്കറിയിൽ ഇൻക്ലൂഡ് ചെയ്തത്. അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യുക, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ.